ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ലോകത്ത് ജീവിക്കുന്ന പല പല ആളുകൾ, നല്ല നല്ല ആശയങ്ങളുള്ള, നല്ല നല്ല ഐഡിയാസുള്ള, നല്ല നല്ല ഐഡിയോളജീസുള്ള ഒരുപാട് ആളുകൾ, നല്ല നല്ല ഇൻറ്റൻഷൻസോടെ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഉള്ള ഒരു പേടി, അതുമല്ലെങ്കിൽ ഒരു സ്വന്തമായി തീരുമാനമെടുക്കാൻ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ, ലൈഫിൽ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കുമുള്ള ഏറ്റവും വലിയൊരു പേടിയാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് പറയും, ഞാൻ അയാളോട് എങ്ങനെ കാര്യം പറയും, അയാൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതിനുത്തരം എങ്ങനെ പറയും, അയാളുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും. ഒരാൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, അത് തെറ്റാണ്, അല്ലെങ്കിൽ അയാൾക്കത് തിരുത്തി കൊടുക്കണം എന്ന് തോന്നിയാൽ കൂടി നിങ്ങൾ ചിന്തിക്കും, അയാൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ഞാൻ എങ്ങനെ അത് അയാളുടെ മുഖത്ത് നോക്കി പറയും, എങ്ങനെ അയാൾക്ക് തിരുത്തി കൊടുക്കും. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. ലൈഫിൽ നമുക്ക് ഗുണമുള്ള എന്ത് ഡിസിഷൻസ് എടുക്കാൻ പോയാലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഈ പേടി മാറ്റാത്ത പക്ഷം ലൈഫിൽ നിങ്ങളെങ്ങും എത്തില്ല എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവർ നമ്മളെപ്പറ്റി ഒരിക്കലും മോശം പറയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒരു സത്യം പറയട്ടെ, ഇന്ന് നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞവർ നാളെ ഉറപ്പായിട്ടും നിങ്ങളെപ്പറ്റി മോശം പറയാനും മടിക്കില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനൊരു തെറ്റ് വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യത്താൽ തെറ്റിദ്ധരിക്കപ്പെട്ടാലും മതി. അതുവരെ നിങ്ങളെ തലയിലേറ്റിക്കൊണ്ട് നടന്നവർ, അവരാര് വേണമെങ്കിലും ആയിക്കോട്ടെ, നാളെ നിങ്ങളെ ചിലപ്പോൾ തള്ളിപ്പറയും. ഒരിക്കലും ആളുകളുടെ മനോഭാവമോ അല്ലെങ്കിൽ ആളുകളുടെ സ്നേഹമോ അതുമല്ലെങ്കിൽ ആളുകളുടെ താല്പര്യം വെച്ചിട്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾ നിർണ്ണയിക്കരുത്. അതുപോലെ ഇപ്പോൾ ആളുകളുടെ തീരുമാനങ്ങൾ നിങ്ങളൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു, നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വില കൊടുക്കാമെന്ന് വെക്കുക. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് സ്വന്തമായി ഒരു തീരുമാനമെടുക്കുന്ന സാഹചര്യം വരുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ ഇടയ്ക്ക് വില്ലനാവും. മനസ്സിലേക്ക് നമുക്ക് ഒരുപാട് ഓവർ തിങ്കിങ് വരും, സെൽഫ് ഡൗട്ട് വരും, അതുപോലെ ഗിൽറ്റ് വരും. അത്തരത്തിൽ ഒരുപാട് മനപ്രയാസം വരുന്ന കാര്യങ്ങൾ ഈ സമയം ഒരു തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ ഈ തീരുമാനമെടുത്താൽ ശരിയാകുമോ, ഇത് തെറ്റിപ്പോയാൽ എന്തായിരിക്കും സംഭവിക്കുക, ഇതിൻ്റെ പരിണിത ഫലങ്ങൾ, പാർശ്വഫലങ്ങൾ എന്തോ ആയിരിക്കും. ഇത്തരത്തിൽ ഓരോരോ കടുകട്ടി കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മളെ പ്രയാസപ്പെടുത്താൻ തുടങ്ങും. ഈ സന്ദർഭത്തിൽ നമുക്ക് വേണ്ടത് ഒബ്സർവേഷനാണ്. കൃത്യമായ രീതിയിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യുക. ഈ ചിന്തയ്ക്ക് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഈ ചിന്തയുടെ ആവശ്യമുണ്ടോ. അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ ചിന്തകളെയും ഒബ്സർവ് ചെയ്യുക. ഇത്തരത്തിൽ കൃത്യമായി ഒരു ഒബ്സർവേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ആളുകൾ പലതും പറയും, നല്ലതും പറയും, മോശവും പറയും. അവരുടെ പറച്ചിലിനനുസരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ആ വഴിക്ക് പോവുകയാണെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. സത്യമായ കൃത്യമായ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിന് പുറകെ പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.